Hello friends, welcome to Electron College. We are discussing oscillator. And the basic principle is types of RC phase shift oscillator. Okay. We will oscillator circuit already discussed. Oscillator, you will be having an amplifier, summer block, then you will be having your input here plus, similarly plus, then you will be having a feedback network, a beta or feedback output. അപ്പോൾ നമ്മൾ ബാർക്കോസൻ ക്രൈറ്റീരിയ ഓർക്കുന്നില്ല ബാർക്കോസൻ ക്രൈറ്റീരിയയിൽ പറയുന്നത് എന്തായിരുന്നു ബാർക്കോസൻ ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ എന്തിനെ നമ്മുടെ സസ്റ്റൈൻഡ് ഓസിലേഷൻ കിട്ടാൻ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം എന്തൊക്കെയായിരുന്നു ഒന്ന് ലൂപ്പ് ഗെയിൻ അതായത് എ ബീറ്റ 1 ആയിരിക്കണം സിമിലർലി ഫേസ് ഷിഫ്റ്റ് എത്രയായിരിക്കണം 0 ഓക്കെ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആർ സി സർക്യൂട്ടാണ് നമ്മുടെ ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫീഡ്ബാക്ക് പാത്ത് എന്ന് പറയുന്ന സാധനം ഇതാണ് അല്ലേ അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു ആർ സി സർക്യൂട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ആർ സി സർക്യൂട്ട്സ് ഒക്കെ കോമൺലി യൂസ് ചെയ്യുന്നത് നമ്മൾ ലോ ഫ്രീക്വൻസി ജനറേഷനാണ് ഓക്കെ അതായത് ഈ ഫേസ് ഷിഫ്റ്റ് ഈ ആർ സി ഫേസ് ഷിഫ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ഫ്രീക്വൻസി ഓഫ് ദ റേഞ്ച് ഓഫ് കിലോ ഹെർട്സ് അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഓഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിന് യൂസ് ചെയ്യുന്നതാണ് ഇത് ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം ഇനീഷ്യലി നമ്മളുടെ ആംപ്ലിഫയർ എന്ത് ചെയ്യും ആംപ്ലിഫയർ വിൽ ബി ഗെറ്റിംഗ് എ 180 ഫേസ് ഷിഫ്റ്റ് ഓക്കെ ആംപ്ലിഫയർ ഒരു 180 ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും അത് കഴിഞ്ഞ് ഇതും എത്ര ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം 180 അങ്ങനെ രണ്ട് 180 ടോട്ടൽ അപ്പോൾ എത്രയാവും 360 അല്ലെങ്കിൽ 0 ഓക്കെ അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓപ്പ് ആമ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിലേക്കായിരിക്കും അപ്പോൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിലായതുകൊണ്ടാണ് 180 ഫേസ് ഷിഫ്റ്റ് വരിക ഓക്കെ ഫീഡ്ബാക്ക് സർക്യൂട്ടും 180 ഫേസ് ഷിഫ്റ്റ് എക്സിബിറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് 180 ഫേസ് ഷിഫ്റ്റ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അൾട്ടിമേറ്റ് കണ്ടീഷൻ നമുക്ക് രണ്ട് കിട്ടേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം വി ഹാവ് ടു പ്രൂവ് വാട്ട് ഈസ് ദ ആർ സി നെറ്റ്വർക്ക് കമ്മിങ് ഓക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആർ സി നെറ്റ്വർക്ക് ഇതാണ് ഈ സർക്യൂട്ട് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഏത് സർക്യൂട്ടാണ് ദിസ് ഈസ് നത്തിങ് ബട്ട് അവർ ഹൈ പാസ് ഫിൽട്ടർ ശരിയല്ലേ ഇതാണ് നമ്മൾ എന്ത് ഹൈ പാസ് ഫിൽട്ടർ അപ്പോൾ ഒരു ഹൈ പാസ് ഫിൽട്ടറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലേസ് ചെയ്യുന്നത് ഓക്കെ ഇത് പ്ലസ് മൈനസ് വി ഇൻ ദെൻ ഇത് പ്ലസ് ഓർ മൈനസ് എന്ത് വി ഔട്ട് അല്ലേ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഗെയിൻ എഴുതുവാണെങ്കിൽ എന്ത് വരും യു വിൽ ഗെറ്റ് വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് ജെ ഇൻറ്റു എക്സ് ഓക്കെ അപ്പോൾ ഈ ഹൈ പാസ് ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്താ ഇതൊരു ഫേസ് ലീഡ് സർക്യൂട്ടായിട്ടല്ലേ ആക്ട് ചെയ്യുന്നത് ഒരു ഫേസ് ലീഡ് സർക്യൂട്ട് അല്ല അതായത് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് യൂസ് ടു ലീഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് ശരിയല്ലേ ഔട്ട്പുട്ട് വോൾട്ടേജ് യൂസ് ടു ലീഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് അതാണ് ഒരു ഫേസ് ലീഡ് അല്ല അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈ ഒരു ഇതിൻ്റെ ഫിഗറിൻ്റെത് ഓക്കെ അപ്പോൾ ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ ആർ മൈനസ് എക്സിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം 1 ബൈ ഒമേഗ സി അപ്പോൾ എന്ത് വരും ജെ ഡിവൈഡഡ് ബൈ ഒമേഗ സി കറക്റ്റ് രണ്ട് സൈഡും ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ആർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എന്ത് വരും 1 ബൈ 1 മൈനസ് ജെ ഡിവൈഡഡ് ബൈ ഒമേഗ സി ആർ ഓക്കെ ഈ ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഏതാണ് വി ഒ ഡിവൈഡ് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് ജെ ഡിവൈഡ് ബൈ ഒമേഗ സി ആർ ഓക്കെ ഇനി അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഈ ഇക്വേഷൻ പ്രകാരം നിങ്ങളുടെ ഫേസ് ആംഗിൾ എത്രയാണ് ഫേസ് ആംഗിൾ യുവർ ഫേസ് ആംഗിൾ ഈസ് 0 മൈനസ് ടാൻ ഇൻവേഴ്സ് മൈനസ് 1 ബൈ ഒമേഗ സി ആർ അല്ലേ അങ്ങനെയല്ലേ ഫേസ് കാണാം അപ്പോൾ എന്ത് വരും വാട്ട് വിൽ ബി യുവർ ഫേസ് ആംഗിൾ അതെന്ത് വരും ഈ മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1 ബൈ ഒമേഗ സി ആർ വരും ശരിയല്ലേ അതായത് നമുക്ക് 1 ബൈ ഒമേഗ സിനെ നമുക്ക് എങ്ങനെ എഴുതാം ടാൻ ഇൻവേഴ്സ് എക്സ് സി ബൈ ആർ എന്ന് എഴുതാം സോ യുവർ ഫേസ് ഈസ് ലൈക്ക് ദിസ് ഇതാണ് നിങ്ങളുടെ ഫേസിൻ്റെ ഇക്വേഷൻ ഓക്കെ സോ യുവർ ഫേസ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് സി ബൈ ആർ അപ്പോൾ നമ്മളെ ഫേസ് ഷിഫ്റ്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഏതിനൊക്കെയാണ് നമ്മൾ ഫേസ് ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് യുവർ ഫേസ് ഷിഫ്റ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഏതിനൊക്കെയാണ് ഫേസ് ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുക എക്സിനെയും ആറിനെയും വാല്യൂസിനെ ശരിയല്ലേ എക്സിനെയും ആറിനെയും വാല്യൂസിനല്ലേ ഫേസ് ഷിഫ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ അതായത് ഇഫ് യു ആർ ഗിവിങ് നമ്മൾ ചെറിയ വാല്യൂസ് ഓഫ് എക്സി എടുക്കുകയാണെങ്കിൽ എക്സി വളരെ ചെറുതാണെങ്കിൽ നിങ്ങളെ ഫേസ് ഷിഫ്റ്റ് എത്രയാണ് ഫേസ് ഷിഫ്റ്റ് 0 കാരണം എക്സി വളരെ ലോ ആണ് അല്ലേ സിമിലർലി ഇഫ് ആർ ഈക്വൽ ടു 0 ആണെങ്കിലോ r equal to 0
അപ്പോൾ ഫേസ് ഷിഫ്റ്റ് എത്ര XC/R എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി വരും ശരിയല്ല. അപ്പോൾ നമ്മുടെ ഫേസ് ഷിഫ്റ്റ് എത്ര വരും? യുവർ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി അത് എത്രയാ? ദാറ്റ് ഈസ് ഫേസ് ഷിഫ്റ്റ് എത്ര വരും? ഇറ്റ് വിൽ ബി 90. അതായത് നമ്മളൊരു RC ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ആർ സി എന്തിനെ പ്രൊവൈഡ് ചെയ്യുന്നു? RC പ്രൊവൈഡ്സ് എ ഷിഫ്റ്റ് ബിറ്റ്വീൻ ഏതിൻ്റെയൊക്കെ ഇടയിലാണ് ഷിഫ്റ്റ് വരുന്നത്? 0-90 ഇടയിലാണ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടേണ്ട എത്രയാ? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലേ? 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്യാൻ എന്ത് മതി? യു ജസ്റ്റ് കാസ്കേഡ്. ഏതൊക്കെ കാസ്കേഡ് ചെയ്യുക? 2 സച്ച് നെറ്റ്വർക്ക്സ് അല്ലേ? ഇങ്ങനത്തെ 2 സെറ്റ്സ് നെറ്റ്വർക്ക്സ് എന്ത് ചെയ്താൽ കാസ്കേഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ഫേസ് ഷിഫ്റ്റ് കിട്ടും? 90 കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ കാസ്കേഡ് ചെയ്തൊരു സർക്യൂട്ടാണ് വരക്കുന്നത്. ഏതാണ്? ഇതാ ഇവിടെ ഒരു C, ഇവിടെ ഒരു R, സിമിലർലി ഇവിടെ C, ഇവിടെ വേറൊരു R. ഓക്കെ, അങ്ങനെ 2 RC നെറ്റ്വർക്കുകളെ നമ്മൾ എന്ത് ചെയ്യുവാണ്? കാസ്കേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാ ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്, സിമിലർലി ഇതാ ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ ഓരോ RC സർക്യൂട്ടും എന്ത് ചെയ്യും? ഓരോ ഇൻഡിവിജ്വൽ RC സർക്യൂട്ടും എത്ര ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും? 90. ഇത് 90. അപ്പോൾ ടോട്ടൽ എത്ര വരും? 180. ശരിയല്ല. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടി എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ R എന്ന് പറയുന്ന സാധനം വളരെ തിയററ്റിക്കലി വളരെ ചെറുതായിരിക്കും. ശരിയല്ലേ? പ്രാക്ടിക്കലി 0 എന്ന് തന്നെ പറയാം. അപ്പോൾ R 0 ആകുമ്പോൾ നമ്മളെ ഗെയിൻ എത്ര വരിക? ഗെയിൻ എത്ര വരിക? R 0 ആകുമ്പോൾ നമുക്ക് നോക്കാം ഗെയിൻ എത്ര വരിക എന്നല്ലേ. അപ്പോൾ ഗെയിൻ എത്ര വരിക വെച്ചാൽ ഗെയിൻ വിൽ ബി 0. കാരണം എത്രയാണ്? ഗെയിൻ്റെ വാല്യൂ VO/R/R എന്നല്ലേ. അപ്പോൾ ഗെയിൻ എത്ര കിട്ടുക? 0 അല്ലേ കിട്ടുക. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പ്രാക്ടിക്കലി അത്ര ഈസി അല്ല. അതായത് പ്രാക്ടിക്കലി ഇത് 180 ഡിഗ്രി അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് മോർ സ്റ്റേജസ്. ഇപ്പോൾ മോർ സ്റ്റേജുകൾ ഫൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ 2 സ്റ്റേജാണ് ഇത് കണ്ടത്. വി വിൽ ഗോ ടു ദ 3 സ്റ്റേജസ്. അപ്പോൾ 3 സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഇവിടെ ഒരു C, ഇവിടെ ഒരു R, ഇവിടെ C, ഇവിടെ അഗെയിൻ R, ഇവിടെ C, ഇവിടെ അഗെയിൻ R അല്ലേ. അങ്ങനെ 3 സ്റ്റേജുകളെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെക്കും. അപ്പോൾ ഇതൊരു സ്റ്റേജ്, ഇതൊരു സ്റ്റേജ്, ഇതൊരു സ്റ്റേജ്. 3 സ്റ്റേജുകളും കൂടി എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അപ്പോൾ ഓരോ സ്റ്റേജ് എന്ത് ചെയ്യും? ഈച്ച് സ്റ്റേജ് എത്ര ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക? ഈച്ച് സ്റ്റേജ് പ്രൊഡ്യൂസേഴ്സ് എ ഫേസ് ഷിഫ്റ്റ് 60 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഓവറോൾ ഫേസ് ഷിഫ്റ്റ് എത്ര വരും? 180 അല്ലേ. അപ്പോൾ ഈ സ്റ്റേജ് 1 എത്ര? 60. ഈ സ്റ്റേജ് 2 60. ഈ സ്റ്റേജ് എത്ര? 60. അങ്ങനെ ടോട്ടൽ എത്ര കിട്ടും? 180. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കലി ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേ സ്റ്റേജ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് ആൻസർ 180 കിട്ടി. ഇപ്പോൾ 45 വെച്ചിട്ട് 4 എണ്ണം വെച്ചാൽ 180 കിട്ടി. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇറ്റ് ഈസ് എ 3 സ്റ്റേജഡ് RC ഫേസ് ഷിഫ്റ്റ് നെറ്റ്വർക്ക്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ സർക്യൂട്ട് വരക്കുവാണെങ്കിൽ എങ്ങനെ വരും? നമ്മളെങ്ങനെ വരും? നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഉണ്ട്? ഒരു RC ഫേസ് ഷിഫ്റ്റ് പോസിലേറ്റർ എത്ര? 180 ഡിഗ്രി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി നമ്മൾ ആംപ്ലിഫയർ ഉണ്ട്. ആംപ്ലിഫയർ എത്രയുണ്ട്? 180. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും നിങ്ങൾക്ക്? ടോട്ടൽ 360. ശരിയല്ല. അപ്പോൾ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? 0 അല്ലെങ്കിൽ 360. അങ്ങനെ നമുക്ക് എന്ത് പറയാം? ഗെയിൻ എത്രയാണ്? 1. അതാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് 360. ഓക്കെ, ഇനി നമ്മളൊരു സർക്യൂട്ട് വരക്കുവാണെങ്കിൽ എങ്ങനെ വരും നോക്കാം. സർക്യൂട്ട് വരക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളെ ഓപ്പ് ആമ്പ്. ഓക്കെ, ദെൻ നമ്മളൊരു R1ഉം RFും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു R1ഉം RFും. ഓക്കെ, ദെൻ വി ആർ ഹാവിങ് അനദർ സർക്യൂട്ട് C, ദെൻ R. അത് എത്ര സ്റ്റേജ് വേണം ഗൈസ്? എത്ര സ്റ്റേജ് വേണം? നമ്മൾ പറഞ്ഞു എത്ര എണ്ണം വേണം? 3 എണ്ണം വേണം അല്ലേ. അപ്പോൾ 3 RC നെറ്റ്വർക്ക് അല്ലെ CR നെറ്റ്വർക്ക് നമ്മൾ എന്ത് ചെയ്യണം? വരക്കണം. അപ്പോൾ 3 CR നെറ്റ്വർക്ക് എന്ത് ചെയ്യും? ഉണ്ടാവും അല്ലേ. ഇതെന്തിനെ ഫീഡ്ബാക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിലെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലതിൽ നിങ്ങൾ ചില സ്ഥലത്ത് ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഇതിന് നേരെ തിരിച്ചും വരക്കാം. ഇതാണ് കൂടുതലായിട്ട് കാണുന്നത്. കോമൺ ആയിട്ടുള്ള സാധനം വരച്ചു തരാം. ഓക്കെ, ഇവിടെ R1 RF അതിലൊന്നും മാറ്റില്ല. ദെൻ നമ്മൾ ഈ ഔട്ട്പുട്ടിൻ്റെ സൈഡിലാണ് ഈ സാധനങ്ങൾ മൊത്തം കാസ്കേഡ് ചെയ്ത് കാണാറ്. ഓക്കെ, അതുകൊണ്ട് അത് വരക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇപ്പോൾ CR, ഇതാ ഇവിടെ വീണ്ടും CR, ഇവിടെ C, പിന്നെ R അല്ലേ. ഇത് നമ്മളുടെ ഏതാണ്? വി ഔട്ട്. അപ്പോൾ വി ഔട്ട് നിന്ന് ഇങ്ങനെ എടുക്കും. ഇത് വി ഔട്ടാണ്. അപ്പോൾ ഇത് CR അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സർക്യൂട്ട് ലുക്ക് ലൈക്ക്. ദിസ് ഈസ് ഹൗ യുവർ സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക്. ഓക്കെ, CR. അപ്പോൾ ഈ ഒരു സ്റ്റേജിനെയാണ് ഇപ്പോൾ 2 സ്റ്റേജ് കിട്ടിയല്ലോ. ഇതൊരു സ്റ്റേജ് ശരിയല്ലേ. സിമിലർലി ഇതൊരു സ്റ്റേജ്.
ഓക്കെ, അങ്ങനെ 2 സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് എത്ര ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും? 180. ഈ സ്റ്റേജ് എത്ര പ്രൊഡ്യൂസ് ചെയ്യും? 180. അങ്ങനെയാണ് ടോട്ടൽ എന്ത് ചെയ്യുന്നത്? 360 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് സർക്യൂട്ട് വിൽ പ്രൊവൈഡ് എ യൂണിറ്റി ഗെയിൻ. അപ്പോൾ യൂണിറ്റി ഗെയിൻ കാണണ്ടേ നമ്മളിനി? യൂണിറ്റി ഗെയിൻ കാണണ്ടേ? ഈ യൂണിറ്റി ഗെയിൻ എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഇറ്റ് വിൽ ഓൺലി പ്രൊഡ്യൂസ് യൂണിറ്റി ഗെയിൻ അറ്റ് വൺ പർട്ടിക്കുലർ ഫ്രീക്വൻസി. ഒരൊറ്റ ഫ്രീക്വൻസിയിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? യൂണിറ്റി ഗെയിൻ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ഫ്രീക്വൻസിയിൽ തന്നെയാണ് എന്ത് നമ്മുടെ ഓവറോൾ ഫേസ് ഷിഫ്റ്റ് എന്ത് വരുള്ളൂ? 0. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ശരിയല്ലേ? അപ്പോൾ ഒരു യൂണിറ്റി ഗെയിൻ ഫ്രീക്വൻസി വരണമെങ്കിൽ യൂണിറ്റി ഗെയിൻ ആണ് വരണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി വേണം. ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ തന്നെയാണ് ഓവറോൾ ഫേസ് ഷിഫ്റ്റ് എന്തും വരുള്ളൂ? 0 വരുള്ളൂ. ഓക്കെ, പിന്നെ ഒരു അറിയേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറ്റനേഷൻ, അതായത് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സ് ഇല്ലേ, ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അറ്റനേഷൻ, അതായത് അറ്റനേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ RC സ്റ്റേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അറ്റനേഷൻ എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബീറ്റ ഈക്വൽ ടു 1/29 എന്ന് ഓർത്ത് വെച്ചേക്കൂ. അപ്പോൾ നമുക്ക് ലൂപ്പ് ഗെയിൻ യൂണിറ്റി കിട്ടണ്ടേ? അപ്പോൾ യൂണിറ്റി ലൂപ്പ് ഗെയിൻ കിട്ടാൻ A ബീറ്റ 1 അല്ലേ? അപ്പോൾ എൻ്റെ വാല്യൂ എത്രയായിരിക്കും? A ഈക്വൽ ടു 29. സോ അവർ ഗെയിൻ ഈസ് വാട്ട്? 29. ഇത് ഞാൻ പ്രൂവ് ചെയ്തു തരും. ഇപ്പോൾ മനസ്സിലാക്കുക, ഈ ഗെയിൻ എത്രയാണ്? 29 ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഗെയിൻ 29, അതുപോലെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ എത്രയാണ്? 1/29. ടോട്ടൽ ലൂപ്പ് ഗെയിൻ വിൽ ബി 1 അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ 3 സ്റ്റേജുകളാണ് നമുക്ക് ആവശ്യം. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ലൂപ്പ് ഗെയിൻ 1 കിട്ടാനുള്ള ഫ്രീക്വൻസി എത്രയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് 1/2πRC√6. ഓക്കെ, ഇറ്റ് ഈസ് 1/2πRC√6. ഇപ്പോൾ കുറേ സ്റ്റേജസ് വേണമെങ്കിൽ ഇഫ് യു ഹാവ് ടു ഗെറ്റ് മോർ ദാൻ 3 സ്റ്റേജസ് വരുവാണെങ്കിൽ ജനറൽ ഇക്വേഷൻ ആണ് 1/2πRC √2 അപ്പോൾ 4 ആണെങ്കിൽ മൊത്തം 2 × 4 അല്ലേ? അപ്പോൾ ടോട്ടൽ 8 വരും ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇക്വേഷൻസ്. ക്ലിയർ? അതിൽ ജസ്റ്റ് ഇതിൻ്റെ ചെറിയൊരു ഡെറിവേഷൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ V/V എത്ര കിട്ടും? -1/29 കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ കാരണമാണ് ഇത് നെഗറ്റീവ് ടെർമിനൽ അല്ലേ? അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് എ വാട്ട് വി കോൾ ഇറ്റ് ഈസ് ഹാവിങ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഇൻവേർട്ടിംഗ് ടെർമിനൽ ആയതുകൊണ്ടാണ് കേട്ടോ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നത്. അപ്പോൾ അതാണ് ഓർക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇത് ഡെറിവേഷൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് RC നെറ്റ്വർക്ക് മാത്രമേ അറിയാനുള്ളൂ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലേ? അപ്പോൾ ഇവിടെ 3 Cയും ഇവിടെ 3 Rഉം ഉണ്ട്. ഓക്കെ, ഇവിടെ 3 Cയും ഇവിടെ 3 Rഉം ഉണ്ട് അല്ലേ? ഡെറിവേഷൻ 2 മിനിറ്റ് എടുക്കുകയുള്ളൂ, സിമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ വന്ന വഴി അറിഞ്ഞോളൂ. ജസ്റ്റ് നമുക്കൊരു ബ്രീഫ് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്തായാലും. അപ്പോൾ ഇത് ഇൻപുട്ടാണ്, ഇത് നമ്മളുടെ I1 ആണ്. പിന്നെ ഇതാണ് നിങ്ങളുടെ ഒരു നോഡ്, ദിസ് ഈസ് I2, ദിസ് ഈസ് യുവർ സെക്കൻഡ് നോഡ്. ഓക്കെ, പിന്നെ ഇതിലെ ഫ്ലോ ചെയ്യുന്നതാണ് I3. ഓക്കെ, ഇത് C, ഇത് R, ഇതാണ് നിങ്ങളുടെ V ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോ മെഷിലെയും പോകുന്ന കറണ്ടുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെഷ് അനാലിസിസ് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടേണ്ടത്? V/V എത്ര കിട്ടേണ്ടത്? 1/29 കിട്ടേണ്ടത്. ഇത് കിട്ടുന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കൺസിഡർ ചെയ്യുന്നു പറഞ്ഞാൽ നിങ്ങൾ I1, I2, I3 ഒക്കെ ഈ 3 കപ്പാസിറ്ററിലെ ഫ്ലോ ചെയ്യാമെന്ന് നമുക്കറിയാം, നമ്മൾ കാണിച്ചു അല്ലേ? അപ്പോൾ അറ്റ് നോഡ് V2 എടുക്കുക, അതായത് V1 ഇത് V2 എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുക. അപ്പോൾ അറ്റ് നോഡ് V2 എടുക്കുമ്പോൾ എന്തൊക്കെ വരും? V2 എന്ന് പറഞ്ഞാൽ എന്താ? V2 ഈസ് ഈക്വൽ ടു നമ്മുടെ V0, അതായത് V ഔട്ട് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദിസ് C അല്ലേ? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് C, ശരിയല്ലേ? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് C, അതായത് V2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജും പ്ലസ് ഇതിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് C എന്ത് വരും? ഇറ്റ് വിൽ ബി -J × I3. I3 തന്നെയാണ് ഇതിനെ ക്രോസ് ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് V0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? I3 × R അല്ലേ? അപ്പോൾ I3 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? V0/R എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ -J × I3 × XC. ക്ലിയർ? അതുപോലെ തന്നെ നമ്മൾ ഇനി ഇത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ I3ക്ക് പകരം എന്ത് ചെയ്താൽ? V0/3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് V0/ എന്ത് വരും? jωCR. നമ്മൾ താഴത്തേക്ക് എടുക്കുവാണ്, അപ്പോൾ എന്ത് ചെയ്യും? jωCR വരും. അപ്പോൾ V0 × 1 + jωCR എന്ന് എഴുതാം. എന്ത്? V2. ഓക്കെ, V2 നമുക്ക് എന്ത് എഴുതാം? V0 × 1 + 1/jωCR എന്ന് എഴുതാം. ഇനി അതുപോലെ ഈ നോഡ് 2ൽ തന്നെ നമ്മൾ I2 കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം? I2 എന്ന് പറഞ്ഞാൽ എന്താ?
I2 എന്ന് പറഞ്ഞാൽ V2/R അല്ലേ, ശരിയല്ല? I2 എന്ന് പറഞ്ഞാൽ V2/R, അതായത് ഈ ഡ്രോപ്പ് പ്ലസ് ഈ കറണ്ട് ഏതാണ് ഫ്ലോ ചെയ്യുന്ന ആ കറണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും? V2 എന്ന് പറയുന്ന സാധനം ഏതാ വോൾട്ടേജ്? V0/R എന്നുള്ള ഫോർമുല നമുക്ക് ഓൾറെഡി കിട്ടി. ഇതാ ഈ V2 എന്ന് പറഞ്ഞ സാധനത്തിന് ഈ V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ എങ്ങനെ വരുന്നത് മാത്രം നോക്കാം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം, എന്നിട്ട് ആൻസർ പറയാം കേട്ടോ. V0/R പ്ലസ് 2/1/jωCR. സിമിലർലി നിങ്ങളുടെ V1 എഴുതൂ. V1 എഴുതുമ്പോൾ എങ്ങനെ വരും? V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V2 പ്ലസ് I2/jωCR, ശരിയല്ല? അപ്പോൾ എന്ത് വരും? V2 പ്ലസ് I2/jωC. ഓക്കെ, നേരത്തെ പോലെ ഇവിടെ V2 നമുക്ക് കിട്ടിയിട്ടുണ്ട്, I2 കിട്ടി. ഇത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ പറയാം V0 × 1 പ്ലസ് 3/jωCR മൈനസ് 1/ω²C²R². ഓക്കെ, ഇനി എന്താണെന്ന് പറഞ്ഞാൽ അപ്ലൈയിങ് KCL ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എവിടെ? നോഡ് V1. ഓക്കെ, V1 നോഡിൽ KCL അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് I1 എന്ത് കിട്ടും? I1 യു വിൽ ഗെറ്റ് ആസ് വാട്ട്? I1 എന്ന് പറഞ്ഞാൽ ഈ V1/R പ്ലസ് I2, ശരിയല്ലേ? അപ്പോൾ V1/R പ്ലസ് I2. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് I2ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, V1ൻ്റെ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻസർ ആസ് you will get I1 അല്ലേ കാണണ്ടേ? അപ്പോൾ you will get answer as I1 is equal to V0/R into 3 plus 4/jωCR minus 1/ω²C²R. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ടത് V ഇൻപുട്ട് ആണ്. V ഇൻപുട്ട്. ഇപ്പോൾ V ഇൻപുട്ട് എങ്ങനെ കാണും? V ഇൻപുട്ട് ഇങ്ങനെ കാണും. V ഇൻപുട്ട് ഈസ് ഈക്വൽ ടു V1, ഈ V1 പ്ലസ് ഈ C കൊണ്ടുണ്ടാകുന്നതല്ലേ, അപ്പോൾ അങ്ങനെ എഴുതും I1/jωC. ഓക്കെ, നിങ്ങൾക്ക് V1 അറിയാം, I1 അറിയാം. അപ്പോൾ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്ന ടേംസ് ഇൻ ടേംസ് ഓഫ് Vനും VO ആയിരിക്കും അല്ലേ. കാരണം നമുക്ക് I1ലൊക്കെ VO കടന്നു വരുന്നുണ്ട്, സിമിലർലി നമ്മുടെ V1ലും VO കടന്നു വരുന്നുണ്ട് അല്ലേ. VO ഉണ്ടാകും. അപ്പോൾ ഇനി എഴുതുന്ന ടേം V0ൻ്റെ ടേംസിലേക്ക് ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനുള്ള ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ യു വിൽ ഗെറ്റ് V0 × 1 plus 6/jωCR minus 5/ω²C²R² minus 1/jω³ ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ യു ഇക്വേറ്റ് യുവർ ഇമാജിനറി പാർട്സ്. ഇമാജിനറി പാർട്ടുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് ഇമാജിനറി പാർട്ടുകൾ? J ഉള്ള ടേമുകൾ. ഓക്കെ, J ഉള്ള ടേമുകളൊക്കെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ഇക്വേറ്റ് ഇറ്റ് ടു 0. ഓക്കെ, അപ്പോൾ എന്ത് വരും? 6/, കാരണം നമുക്കിവിടെ ഒന്നും ഇല്ലല്ലോ, വേറെ ടേം ഒന്നും ഇല്ലല്ലോ, ഇതാ ഇമാജിനറി ടേം ഇവിടെ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളത് ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 6/ω/CR മൈനസ് 1/ω³ ഈക്വൽ ടു 0 അല്ലേ. ദെൻ വാട്ട് യു വിൽ ഗെറ്റ്? ω²C²R² ഈക്വൽ ടു 1/6. യു വിൽ ഗെറ്റ് ω as 1/√6 into CR. Thus your F is equal to 1/2πRC into √6. Okay, this is your answer. F is equal to 1/2πRC √6. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് Vin കാണണമല്ലോ. ഇപ്പോൾ Vin കാണുമ്പോൾ റിയൽ പാർട്ടിനെ 0 ആക്കുക. ഇക്വേറ്റ് യുവർ റിയൽ പാർട്ട് ടു 0. റിയൽ പാർട്ട് ടു 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് Vin ഈക്വൽ ടു V0 × 1 മൈനസ് ഈ പാർട്ട് അല്ലേ, /5/ω²C²R². അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒമേഗ എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒമേഗ എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനൽ ആൻസർ എന്ത് വരും? യു വിൽ ഗെറ്റ് V0 × 1 മൈനസ് 5/1/6R²C² R²C². ഓക്കെ, യുവർ ആൻസർ വിൽ ബി Vin is equal to VO × 1 മൈനസ് 30. അതായത് VO/Vin എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി -1/29. ക്ലിയർ? ഈ VO/Vin ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ്റെ കാരണക്കാരനാരാ? നെഗറ്റീവ് സൈൻ. ദിസ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദർ ഈസ് എ 180 degree ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഗെയിൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ 1/29 എഴുതാം. അതിന് നെഗറ്റീവ് സൈൻ്റെ കാരണക്കാരനാണ് എന്ത് പറഞ്ഞത്? 180 degree ഫേസ് ഷിഫ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻ ജനറൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ ആറിൻ്റെ വാല്യൂ ഒക്കെ ഓൾമോസ്റ്റ് ഫിക്സഡ് ആയിട്ടാണ് വെക്കാറ്.
ഓക്കെ, ഇതിൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മളെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ആവശ്യമുള്ള ഡിസൈഡ് ഫ്രീക്വൻസി ഓസിലേഷനൊക്കെ നമ്മൾ കാണാറ്. ഓക്കെ, അപ്പോൾ ബൈ ചേഞ്ചിങ് അവർ വൺ കപ്പാസിറ്റർ വി ക്യാൻ ഇറ്റ് ഈസ് ഈസിലി പോസിബിൾ ടു ഗെറ്റ് ദ സർക്യൂട്ട് അറ്റ് വൺ പർട്ടിക്കുലർ ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. ദിസ് ഈസ് ദ വാട്ട് വി കോൾ ദിസ് ഈസ് യുവർ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ അറിയേണ്ട ഇക്വേഷൻസ് ജസ്റ്റ് നോട്ട് ചെയ്യുക. ബീറ്റ അറിയണം 1/29, ഗെയിൻ അറിയണം അത്ര 29 അല്ലേ, അതാണ് ഇവിടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, എ ബീറ്റ അപ്പോൾ എത്രയാവും 1 ആവും. ഇങ്ങനെയാണ് വർക്കിംഗ് എന്ന് ആലോചിച്ചാൽ മതി. വാല്യൂസ് നോക്കുക, എത്ര സ്റ്റേജാണ് യൂസ് ചെയ്തതെന്നൊക്കെ നോക്കുക. ഇതിൻ്റെ ഒക്കെ അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓസിലേറ്റർ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാം. ഏതാണ് അടുത്ത ഓസിലേറ്റർ? വെയിൻ ബ്രിഡ്ജ് അല്ലേ. അപ്പോൾ വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.